കാലം തെറ്റി വന്ന സിനിമ ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് ഫിലിം. മമ്മൂട്ടി ഒരു പ്രധാന കഥാപാത്രമായി എത്തിയ അപരിചിതൻ എന്ന ഹൊറർ ചിത്രത്തെ ഇന്നത്തെ തലമുറ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. തിയേറ്ററിൽ വൻ ഫ്ലോപ്പായ ഒരു മമ്മൂട്ടി ചിത്രം ടിവിയിൽ കണ്ടപ്പോൾ ഉണ്ടായ ഈ റെസ്പോൺസ് കാരണമായിരിക്കണം ചിത്രത്തിന്റെ സംവിധായകൻ സഞ്ജീവ് ശിവന് ഇതിന് രണ്ടാം ഭാഗം ഇറക്കിയാലോ എന്ന ആലോചന വന്നത്. 2004 റിലീസ് ചെയ്ത ചിത്രം പിൽക്കാലത്ത് ഒട്ടേറെ പേരുടെ ഇഷ്ടചിത്രമാവുകയായിരുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാനായിരിക്കണം സഞ്ജീവ് ശിവൻ എ സീക്വൽ ഇൻ ദ പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞ് അപരിചിതൻ പോസ്റ്റർ ഷെയർ ചെയ്തത്. വ്യത്യസ്തമായ മികച്ച കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഇതുപോലൊരു ചിത്രം എടുക്കേണ്ടത് എന്നുള്ള കമന്റുകളാണ് ഇതിനിടയിൽ വരുന്നത്. അതേസമയം മമ്മൂക്ക പ്രേതമാണെന്ന് ഓൾറെഡി മനസ്സിലായില്ലേ, പിന്നെ എങ്ങനെ ഇനി അടുത്ത ഭാഗത്തിൽ ഉണ്ടാകുക എന്നൊക്കെയുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. രഘുറാം എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്. കരിയറിൽ ആദ്യമായി മമ്മൂട്ടി പ്രേതമായി എത്തിയ ചിത്രം കൂടിയായിരുന്നു അപരിചിതൻ. കാവ്യ മാധവൻ, കാർത്തിക, മന്യ എന്നിവർ അവതരിപ്പിച്ച 3 കഥാപാത്രങ്ങളുടെ സൗഹൃദവും കോളേജ് ലൈഫിലുമായി ആരംഭിക്കുന്ന കഥ പിന്നീട് രഘുറാമിന്റെ കഥയിലേക്ക് വഴിതിരിക്കുകയാണ്. ഓജോ ബോർഡ് ആദ്യമായി മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ചിത്രം അതിന്റെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് കൊണ്ടാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഓജോ ബോർഡിനോടുള്ള മലയാളി പ്രേക്ഷകരുടെ പേടി കാരണം ചിത്രത്തിന്റെ റിലീസ് പോലും മാറ്റിവെച്ചതായും കേട്ടിട്ടുണ്ട്. ഈ ചിത്രം കണ്ടതിന് ശേഷം ഓജോ ബോർഡ് ഉപയോഗിച്ച് ആത്മാക്കളുമായി സംവദിക്കാൻ സാധിച്ചുവെന്ന് പ്രേക്ഷകർ അവകാശപ്പെടുന്നു എന്ന തരത്തിലുള്ള പരസ്യ പ്രചാരണങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുള്ള പേടിയാകാം ഒരുപക്ഷെ മലയാളികൾ ഇത് തിയേറ്ററിൽ കാണാൻ മടിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഊർമിള ഉണ്ണി അവതരിപ്പിച്ച ത്രിപുര സുന്ദരി വർമ്മയാണ്. ഈ കഥാപാത്രത്തിലൂടെയാണ് ഓജോ ബോർഡിനെ കുറിച്ച് തിരക്കഥാകൃത്ത് പ്രേക്ഷകരിലേക്ക് സംവദിക്കുന്നത്. തമ്പുരാട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഇവർ ഒരു ദുർമന്ത്രവാദിയുടെ വേഷത്തിലും അതിന്റെ മാനറിസങ്ങളിലും എത്തുമ്പോൾ ശരിക്കും കാണുന്നവന്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ചിത്രത്തിലെ ലൊക്കേഷനുകളാണ് ഈ ഭയം നിലനിർത്തുന്ന മറ്റൊരു ഫാക്ടർ. നെല്ലിയാമ്പതിയിലും എറണാകുളത്തുമായി ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ സിനിമോട്ടോഗ്രഫി ചെയ്തിരിക്കുന്നത് സംവിധായകന്റെ സഹോദരനായ സന്തോഷ് ശിവൻ തന്നെയാണ്. ചിത്രത്തിന്റെ ഫൈറ്റ് രംഗങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തത് പീറ്റർ ഹെയ്നും. വലിയ പ്രോപ്പല്ലർ ഉപയോഗിച്ച് ഫേസിൽ പ്രഷർ കൊടുത്ത് എടുത്ത രംഗങ്ങളൊക്കെ മലയാള സിനിമയിലെ പുതിയ കാഴ്ചയായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിലെ പാട്ടുകളാണ്. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിലെ പാട്ടുകളെല്ലാം ഇന്നും മലയാളികളുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളവയാണ്. ഏച്ചു കെട്ടിയ ചില തമാശകൾ ഉണ്ടെന്നൊഴികെ ചിത്രത്തിന്റെ തിരക്കഥയും അത് പ്രസന്റ് ചെയ്ത രീതിയും വളരെ മനോഹരമായിരുന്നു. സഞ്ജീവ് ശിവനും AK സാജനും ചേർന്ന് എഴുതിയ തിരക്കഥയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് വിനീത് കുമാർ, മാഹി വിജ്, രാജൻ പി ദേവ്, ജഗതി ശ്രീകുമാർ, സലിം കുമാർ എന്നിവരാണ്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മമ്മൂക്ക ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നല്ലൊരു തിരക്കഥയുടെ ബലത്തിൽ മികച്ചൊരു ഹൊറർ അനുഭവം സമ്മാനിക്കാൻ ചിത്രത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്